എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ എല്ലാ വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഉത്രാടമാണ്. ഉത്രാടമായിട്ട് നമ്മൾ ഇന്നൊരു തൊടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇഞ്ചിപ്പുളിയാണ് നമ്മളിന്ന് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ ഇഞ്ചിക്കറികളുടെ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. നമ്മൾ ഈ ഇഞ്ചിപ്പുളിക്ക് വേണ്ടിയിട്ട് 2 നാരങ്ങ വലുപ്പത്തിലുള്ള പിഴുപുളി അല്ലാന്നുണ്ടെങ്കിൽ വാളൻപുളി എന്ന് പറയുന്ന പുളിയാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് ഒരു 1.5 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് പുളിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വരും. നല്ല കളറുള്ള പുളി നോക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി നല്ല ഡാർക്ക് കളറിൽ ഇരിക്കും. ഇനി ഒരു പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും നാടൻ കറികളൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 125 ഗ്രാം ഇഞ്ചിയാണ്. തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. നമ്മളിവിടെ ഒരു ഫുഡ് പ്രോസസ്സറിലിട്ടൊന്ന് ചോപ്പ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഒരേപോലെ പൊടിയായിട്ട് അരിഞ്ഞു കിട്ടും. അപ്പോൾ നമ്മളിത് മൂപ്പിക്കുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെ മൂത്ത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ മൂക്കാതെ കിടക്കും. അപ്പോൾ നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഒരുപാട് കൂടണ്ട, ഇഞ്ചിക്ക് എരിയുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് പച്ചമുളക് ഒരു 3 വരെയൊക്കെ ചേർക്കാം. നമ്മളിവിടെ ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുമ്പോൾ ഈ ഇഞ്ചിപ്പുളിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഒരു 10-12 ചെറിയ ഉള്ളി, അത് ഒത്തിരി പൊടിയായിട്ടല്ല നമ്മൾ അരിഞ്ഞിരിക്കുന്നത്, നീളത്തിലാണ്. കാരണം ചെറിയ ഉള്ളി മൂക്കാനായിട്ട് അധികം സമയം വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇതെല്ലാം കൂടി ഇട്ടിനി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. എണ്ണ പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ചെറുതീയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇളക്കി കൊടുക്കുക. നമ്മൾ ഇളക്കാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞിട്ട് ഒരേപോലെ മൂത്ത് കിട്ടില്ല. നമ്മളിതിന് മുൻപ് 2 ടൈപ്പിലുള്ള ഇഞ്ചിക്കറികളുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കണം. നമ്മുടെ ആലപ്പുഴ സ്റ്റൈലിലുള്ളൊരു ഇഞ്ചിക്കറിയാണ് ഇത്. കൂടുതലും നമ്മൾ എറണാകുളം തൊട്ട് തൃശ്ശൂർ അങ്ങോട്ട് ഒക്കെയാണ് പുളിയിഞ്ചി കൂടുതലായിട്ടും ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും അതുപോലെ ചെറിയ ഉള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു കളറിൽ കിട്ടണം. ഒരുപാട് അങ്ങ് ബ്രൗൺ ആകരുത്, എന്നാൽ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് എരിവ് കാണില്ല, നല്ലൊരു കളർ കിട്ടും. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. ഇതിൽ നമ്മൾ മല്ലിപ്പൊടി ഒന്നും ചേർക്കില്ല. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് കായം കൂടെ ചേർക്കുന്നുണ്ട്. കായം ഒരുപാട് വേണ്ട, ഒരു നുള്ള് കായം മതി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇത്രയും വഴറ്റിയതിന് ശേഷം മാറ്റി വെക്കുക. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്ന പുളി അതൊന്ന് അരിച്ചിട്ട് നമുക്ക് ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളെപ്പോഴും പുളിയൊക്കെ പാകം ചെയ്യുമ്പോൾ സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചട്ടി എടുക്കുക. അലുമിനിയം അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൽ കഴിവതും പുളിയൊന്നും തിളപ്പിക്കാതിരിക്കുക. കാരണം അതുപോലെ തന്നെ പുളിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രം കേടായി പോവും. അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷനും നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പുളി നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ സത്ത് മൊത്തം ഇതിൽ ഇറക്കുക. നമ്മൾ പുളി വെള്ളം പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര ചേർക്കാം. ഇത് അഴുക്കില്ലാത്ത ശർക്കരയാണ്. നമ്മളൊരു 2-3 അച്ച് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ചിലർക്ക് ഒരുപാട് മധുരം വേണമായിരിക്കും, അപ്പോൾ അതനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ചതിന് ശേഷം നോക്കുക. ഇഞ്ചിയും കൂടി ഇടുമ്പം ആ എരിവും എല്ലാം കൂടെ വന്നിട്ട് മൊത്തത്തിലൊരു മധുരവും പുളിയും എല്ലാം കൂടി ചേർന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ ആ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വരട്ടി വെച്ചിരിക്കുന്ന ഇഞ്ചി അതുപോലെ മുളക് പൊടിയെല്ലാം കൂടി ഇട്ട് ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഇഞ്ചി ചേർത്തതിന് ശേഷം ചെറുതീയിലിട്ടത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ ഇഞ്ചിയും പുളിയും അതുപോലെ ശർക്കരയും എല്ലാം കൂടെ മിക്സായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡായി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി നമുക്ക് കിട്ടും. അപ്പം കുറച്ച് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇഞ്ചിക്കറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പുളിയും എടുക്കില്ല, ഇത്രയും ശർക്കര എടുക്കില്ല. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും അതുപോലെ തന്നെ വളരെ കുറച്ച് ശർക്കര മാത്രമാണ് എടുക്കുന്നത്. നമ്മുടെ ഇഞ്ചിക്കറി എന്ന് പറയുന്നത് കൂടുതലും എരിവും അതുപോലെ തന്നെ കുറച്ചൊരു മധുരവും ചേർന്ന ഒരു ഇഞ്ചിക്കറിയാണ്. പക്ഷേ പുളിയിഞ്ചി നല്ല പുളിയും അതുപോലെ തന്നെ കൂടുതൽ മധുരവും എരിവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കറിയാണ് പുളിയിഞ്ചി. ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഏകദേശം ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടെ കുറുകും.
അപ്പോൾ നമ്മൾ തീ അഡ്ജസ്റ്റ് ചെയ്തിട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക. അവസാനമൊക്കെ ആകുമ്പോൾ ഇളക്കി കൊടുക്കുക തന്നെ വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും കുറച്ചുകൂടെ ഒന്ന് കുറുകും. അപ്പോൾ നല്ല തിക്കായിട്ട് നമ്മുടെ പുളിയിഞ്ചി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ല വൃത്തിയുള്ളൊരു കണ്ണാടി കുപ്പിയിൽ തണുത്തതിന് ശേഷം ഒഴിച്ചു വെച്ചിട്ട് നമുക്കിപ്പം നാളെയൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. നാളെ കഴിഞ്ഞാൽ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് എത്ര ആഴ്ച വേണമെങ്കിലും കേടുകൂടാതെ നല്ല ഫ്രഷായിട്ടിരിക്കുന്നൊരു പുളിയിഞ്ചിയാണ്. കേടാവില്ല, കാരണം നമ്മളിതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ചേരുവകളും നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ്, അതുപോലെ നന്നായിട്ട് ഇളക്കി ഒട്ടും തന്നെ വെള്ളമയമില്ലാതെയാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് ഈ പുളിയിഞ്ചി ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓണസദ്യ മെനു അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും സേഫായിട്ട് ഓണാഘോഷിക്കുക. പുറത്തൊന്നും അധികം പോകാതെ എല്ലാവരും മാസ്കൊക്കെ ഇട്ട് വളരെ സേഫായിട്ട് തന്നെ എല്ലാവരും ഓണാഘോഷിക്കുക. എല്ലാവർക്കും നല്ലൊരു സേഫ് ആൻഡ് ഹെൽത്തി ഓണം ആശംസിക്കുന്നു. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്